ഫൊക്കാന, ഫോമ സമ്മേളനങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് അറിയാം. ഒരു സാഹിത്യ സെമിനാർ, സാഹിത്യകാരന്മാരാരെങ്കിലും വന്നാൽ, ഒരു മീഡിയ സെമിനാർ, ചിരിയരങ്ങ്, മലയാളി മങ്ക, മലയാളി മനൻ, ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടികളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ഇലക്ഷൻ. ഇതല്ലാതെ പുതുമയുള്ള കാര്യങ്ങളൊന്നും സാധാരണ നടക്കാറില്ല. കാരണം പിന്നെ നമ്മൾ ഈ സമ്മേളനങ്ങളെ പറ്റിയൊക്കെ അതിഭയങ്കരമായിരുന്നു എന്നൊക്കെ എഴുതുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പതിവ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഫൊക്കാന സമ്മേളനത്തിൽ ഈ പോക്കണോസ് ഇന്ന് സമാപന ദിവസമാണ്. പക്ഷേ ഈ കലഹാരി എന്ന് പറഞ്ഞ ആ വിശാലമായ ആ ഫെസിലിറ്റി, അത് പിന്നെ ഒരു വാട്ടർ പാർക്കാണ്, വന്ന് കാണണം കണ്ടിട്ടില്ലാത്തവർ. അതിവിശാലമായ ഫെസിലിറ്റിയാണ്. ഒരു കിലോമീറ്റർ നടക്കണം ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ റൂമിലോ പിന്നെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിന്. അവിടെ മുഴുവൻ, അവിടുത്തെ ആ ലോബി, ആ പ്രദേശം മുഴുവൻ മോഹിനിമാരെ കൊണ്ടും മോഹനന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അതുപോലെ ചെണ്ട അടിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ആ പ്രത്യേക വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളുകൾ, അതൊരു തരം ഈ ബ്രൗണിഷ് ആയിട്ടുള്ള വസ്ത്രമാണ്, റെഡ് ബ്രൗൺ, ആ രീതിയിലുള്ള വസ്ത്രം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതൊരു വർണ്ണപ്രപഞ്ചം ആയി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ പോക്കണോസ് മലനിരകളിൽ അവിടെയും ഇവിടെയെല്ലാം ചുറ്റുപാടും ഗ്രീനറിയാണ്, പച്ചപ്പ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ്, മോഹിനിമാരും മോഹനന്മാരും ചുരുക്കമായിട്ട്, അതുപോലെ തന്നെ ചെണ്ട വാദകന്മാരും ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇത്രയധികം ആളുകൾ, ഇത്രയധികം മലയാളികൾ ഒത്തുകൂടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അതിശയകരമായൊരു കാര്യം. ഇത്രയും പേരൊരു 2 കലാപരിപാടികൾക്കായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം രണ്ടും ഉദ്ദേശിക്കുന്നത് 2 ഗിന്നസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുക. 1200 മോഹിനിമാരും മോഹനന്മാരും, പിന്നെ 500-600ഓളം ചെണ്ടക്കാർ. അപ്പോൾ ഇത് രണ്ടും റെക്കോർഡായിരിക്കുമെന്നാണ് കരുതുന്നത്. 1200 മോഹിനിമാർ ഒരേ വേദിയിൽ ഡാൻസ് അവതരിപ്പിക്കുക, നൃത്തം അവതരിപ്പിക്കുക, മോഹിനിയാട്ടം അവതരിപ്പിക്കുക. 500-600 പേര് ചെണ്ട വാദനം. ഇത് രണ്ടും റെക്കോർഡായിരിക്കുമെന്നാണ് ഗിന്നസ് റെക്കോർഡ്. അപ്പോൾ ഗിന്നസിൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരാണിനി ഉള്ള കൺട്രോള്, പിന്നെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക. ഈ നമ്മുടെ ഫൊക്കാനയുടെ നേതാക്കന്മാർക്കൊന്നും അതിൽ പിന്നെ ഒരു സ്ഥാനവുമില്ല. അവരല്ല തീരുമാനിക്കുന്നത് കാര്യങ്ങൾ, മറ്റവർ തീരുമാനിക്കുന്നു. എന്നിട്ടിത് ഈ റെക്കോർഡിന് അർഹമാണോ എന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ ഇതിനെല്ലാം പണച്ചെലവുള്ള കാര്യമാണ്. എന്തായാലും ഈ ഇത്രയധികം മനുഷ്യരിവിടെ വന്നു എന്നുള്ളത് അതിശയം തോന്നുന്നു. ഇത്രയധികം ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത്രയധികം ചെറുപ്പക്കാർ, ഈ ഡാൻസ് സ്കൂളുകൾ മുഴുവനും പങ്കെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അമേരിക്കയിലുള്ള. അതുപോലെ തന്നെ ഇത്രയധികം ഈ ചെണ്ട വിദ്വാൻമാരുണ്ടെന്ന് ഈ അമേരിക്കയിലും കാനഡയിലുമായിട്ട് ഇത്രയും പേരുണ്ടെന്നുള്ളത് അതിശയമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും പേര്, അവരെല്ലാം സ്വന്തമായിട്ട് ചെണ്ടയുമെല്ലാം ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവരെയെല്ലാം സംഘടിപ്പിക്കാനായിട്ട് ഈ ഫൊക്കാനായിക്ക് കഴിഞ്ഞു. അത് സജിമോൻ ആന്റണിയുടെ ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സജിമോൻ ഒരു കൂപ്പുകൈ. തീർച്ചയായിട്ടും ഇത് ഇന്നൊവേറ്റീവാണ്. വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം പോകുന്നു. സജിമോനും ആ ടീമിനും, ശ്രീമാർ ഉണ്ണിത്താൻ, ജോയി ചാക്കപ്പൻ, ആ ടീം, അവരെ യേസ് പറയാതെ പിന്നെ പ്രസിഡന്റിന് മുന്നോട്ട് പോകാനാവില്ലല്ലോ. അപ്പം ഒരു സംഘടന ഇങ്ങനെയായിരിക്കണം, പുതുമയുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യണം. അല്ലാതെ ഈ ഉണക്ക ശാപ്പാടും പിന്നെ എന്താ ഈ ഇലക്ഷനും പിന്നെ 1-2 വളിച്ച സെമിനാറുകളും, ഇതാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. അതൊന്നും പോരാ, എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് പുതുമയുള്ള ഒരു കാര്യമാണ്. ജനങ്ങളെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ആ പരിപാടി നമ്മൾ ഗിന്നസ് ബുക്കിൽ കയറാൻ കഴിയട്ടെ. ഗിന്നസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഈ പങ്കെടുത്ത് എല്ലാവർക്കും കിട്ടട്ടെ. അതിൻ്റെ ആ നയനമനോഹാരിത നമുക്കെല്ലാം ആസ്വദിക്കാൻ കഴിയട്ടെ. നമ്മൾ ഇവിടെ ഇത് നേരിൽ കാണാൻ കഴിയാത്തവർ ടി വിയിലൊക്കെ കാണണം. തീർച്ചയായിട്ടും പ്രവാസി ചാനലൊക്കെ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്, മറ്റു ചാനലുകളിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ. ഇന്നിപ്പോൾ രാവിലെ ഈ വസ്ത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ കോട്ടയത്തെ ലക്ഷ്മി സിൽക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓണർമാർ ഹരി എന്നും രാജേഷ് എന്നും പറഞ്ഞ് 2 പേരെ പരിചയപ്പെട്ടു. അവർക്ക് വസ്ത്രവ്യാപാര രംഗത്ത് പരിചയമൊന്നുമില്ല. 2021 ആ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്നത് കുറേ പേർക്ക് ജോലി കൊടുക്കുക, അവർക്ക് ജീവിക്കാൻ വേറെ പല ബിസിനസ്സുകളും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പുതിയൊരു കാര്യമാണല്ലോ എന്ന് കരുതി ആ കോവിഡ് കാലത്താണ് തുടങ്ങുന്നത്. എന്നിട്ട് ഈ 4-5 വർഷം കൊണ്ട് അതൊരു വലിയ സ്ഥാപനമായിട്ട് മാറി. അപ്പോൾ ഓരോ ഫ്ലോറുകൾ ഓരോ വർഷവും ഉയരുന്നു. അപ്പോൾ അതിൽ വലിയ സഹായം ചെയ്യുന്നത് ഈ വിദേശത്ത് നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ മലയാളികളൊക്കെ ധാരാളമായിട്ട് അവരുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാനായിട്ട് വരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കൻ മലയാളികളുടെ പരിപാടികൾക്കെല്ലാം അവർ സ്പോൺസേഴ്സായിട്ട് വരുന്നു. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിന് ഇതിലൊക്കെ വേണ്ട ഡ്രസ്സെല്ലാം കൊടുത്തത് അവരാണ്. ആ പ്രത്യേക ഡ്രസ്സുണ്ടാക്കി, കൃത്യമായിട്ട് ഡ്രസ്സുണ്ടാക്കി അതിൻ്റെ കളറ് വരെ നിശ്ചയിച്ചെല്ലാം
ആ കാര്യങ്ങളും അവർ അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവർക്കുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏതാണ്ട് 75 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് സജിമോഹൻ ആന്റണി തന്നെ പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു സന്നാഹമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യം, ഈ നമ്മുടെ നാട്ടിലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വസ്ത്രവ്യാപാരം, തുണിക്കട, പിന്നെ ബസ് സർവീസ്, സ്വർണ്ണക്കട, ഇത് മൂന്നുമാണ് നമ്മുടെ ആളുകളെല്ലാം ആലോചിക്കുന്ന കാര്യം. അപ്പോൾ കോട്ടയത്താണെങ്കിൽ വമ്പൻ സ്ഥാപനങ്ങളുണ്ട്, 100-120 വർഷമായിട്ടുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെയുള്ളിടത്താണ് ഇവർ പുതുതായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അത് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും അവർ കൂടുതൽ വിജയിക്കട്ടെ, നമ്മളുമായിട്ട് കൂടുതൽ നല്ല ബന്ധം പുലർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒന്ന് സംസാരിച്ച് നമ്മൾ തിരുവനന്തപുരം മേയർ, BJP-കാരനായ ആദ്യ മേയർ VV രാജേഷാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, മേയർ ആകുമെന്ന് ആഗ്രഹിച്ചിരുന്നോ, അല്ലെ മേയർ ആകുമെന്ന് കരുതിയിരുന്നോ? അങ്ങനെ യാതൊരു കാര്യത്തിലും കരുതലില്ല. അങ്ങനെ പിന്നെ തൻ്റെ പ്രസ്ഥാനം, അതായത് RSSലൂടെയാണ് അദ്ദേഹം ABVPയിലും പിന്നെ BJPയിലും ഒക്കെ വരുന്നത്. തങ്ങളുടെ പ്രസ്ഥാനം എന്തെങ്കിലും ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് കരുതിയോ അല്ല അതിൽ പ്രവർത്തിക്കുന്നത്. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കിട്ടിയ സ്ഥാനവും ഇത്രകാലം നിലനിർത്തണമെന്നോ അങ്ങനെ ഒരു ചിന്താഗതിയില്ല. വളരെ നല്ല കാര്യം. കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കണം. കോൺഗ്രസ്സിൽ ചേരുന്നത് തന്നെ എന്തെങ്കിലും സ്ഥാനം കിട്ടാനും പരസ്പരം പോരടിക്കാനും വേണ്ടിയിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും ഈ RSSൻ്റെ ഈ ഒരു നിലപാടിനോട് അടുത്തായിരുന്നു പണ്ടുകാലം വരെ. ഇന്നിപ്പം സഹാക്കന്മാരൊക്കെ ഈ ഇൻക്ലാബ് വിളിക്കാൻ പോലും മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനൊക്കെ നേരത്തെയൊക്കെ പലവട്ടം പറഞ്ഞിരുന്നത്, പിണറായി സർക്കാർ ഒരു കാരണവശാലും തിരിച്ചു വരരുത്. ഈ സഹാക്കന്മാർ 2 അടി കൊള്ളുകയും ഒന്ന് ഇൻക്ലാബ് വിളിക്കുകയൊക്കെ ചെയ്യട്ടെ, അവരൊന്ന് തിരിച്ചു വരട്ടെ, നമ്മുടെ കേരളം രക്ഷപ്പെടട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരണം, ആ പഴയ കാലത്തിലേക്ക്. എന്തായാലും മേയർ രാജേഷ് വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന്, ഒരു യുവാവാണ്. നഗരത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ നമ്മുടെ എക്സ്പെർട്ടൈസൊക്കെ ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ അല്ലെ നഗരങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് ഇവിടെ വലിയ അറിവുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ അദ്ദേഹം തേടുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ഉപദേശിക്കാം, അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ ആവിഷ്കരിക്കട്ടെ. അദ്ദേഹമൊക്കെ ആകുമ്പം BJP ഒക്കെ ആകുമ്പം പറയുന്നത് പോലെ ചെയ്യുന്ന ആളുകളാണ്. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഈ നഗരത്തിനൊരു മാറ്റം വരട്ടെ, നമ്മുടെ തലസ്ഥാനം ഏറ്റവും മികച്ചതായി മാറട്ടെ.